ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോൻ്റെ ബാക്കി ഭാഗമാണ് ഇട്ടത്. അന്ന് പറിച്ച വെണ്ടയ്ക്ക കൊണ്ട് ഒരു മസാലക്കറി വെക്കുന്ന വീഡിയോ ആണ് ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ വെണ്ടയ്ക്ക കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കുക വേണ്ടുള്ളൂ. നമുക്ക് എന്താ പറയുക, രണ്ട് ഭാഗം മാത്രം മുറിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അതിൽ പുഴുക്കാടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറേ എണ്ണം ഒരുമിച്ച് അരിയാണ്, അങ്ങനെ ഈസി ആയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ വെണ്ടയ്ക്കയും കൊണ്ട് തന്നെ ഇതിൽ അധികം വഴുവഴുപ്പോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ആവി കയറ്റുമ്പോഴേക്കും വറുത്തിട്ടിട്ട് ഒന്ന് ആവി കയറ്റുമ്പോഴേക്കും അതിൻ്റെ ഇത് വഴുവഴുപ്പൊക്കെ പോകുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. 2 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വെല്ലുള്ളി, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇവിടുത്തെ തന്നെ ആവുകൊണ്ട് അധികം എരിവൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. അപ്പോൾ നമ്മൾ ഈ വെണ്ടയ്ക്ക വേവിക്കുന്നതിൻ്റെ മുന്നേ പാത്രത്തിലിടുന്നതിൻ്റെ മുന്നേ നമ്മൾ ഉപ്പ് കൂട്ടി ഒന്ന് തിരുമ്മി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഉപ്പായിരിക്കും പിടിച്ചോളൂ. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ ഈ ഉപ്പ് തിരുമ്മി വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഉപ്പരിഞ്ഞ് മൊത്തം വെണ്ടയ്ക്കയിലും പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വയ്ക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. പച്ചമുളക് ഞാനൊന്ന് മുറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇടുന്നത് ഒക്കെ ഒന്ന് പച്ചമണം മാറി കിട്ടണം. പിന്നെ ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റുകയാണ്. ഈ സവാള നമ്മൾ അധികം ഒപ്പിച്ചെടുക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു തക്കാളിയാണ് കേട്ടോ. ആ തക്കാളി മുറിച്ചത് ഇട്ടുകൊടുത്തു. ഇനി നമ്മൾ ഇട്ട് കൊടുക്കണം. വെണ്ടയ്ക്കയ്ക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ മസാലയ്ക്ക് മാത്രം സവാളയ്ക്കും തക്കാളിക്കും ആവശ്യമുള്ള മാത്രം ഉപ്പിടുകയാണേ. അപ്പോൾ അത് ഏകദേശം വഴന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി 1 സ്പൂണ് ഇട്ടു. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം ചിക്കൻ മസാലയാണ് കേട്ടോ. പിന്നെ ഒരു പിഞ്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം കൂടുതലിടാത്തത് പച്ചമുളകും ഉണ്ടാവും കൊണ്ടാണ്. അപ്പം ഇനി നമ്മൾ നല്ലോണം മിക്സാക്കി നല്ലോണം ഇളക്കി ഒന്നും കൂടി ഇങ്ങോട്ട് വഴറ്റി വരുന്നവരെ കാത്തുനിന്നിട്ട് പിന്നെ നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിൽ ഉപ്പിടുന്നില്ല കേട്ടോ. ഉപ്പ് മറ്റേയിലേക്കും വെണ്ടയ്ക്കയിലേക്കും ഉള്ളത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഏകദേശം ആവും. ഇതിലൊരു തുള്ളി വെള്ളം കൂടി നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഒരു ഇല വെച്ചിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടാണ് പാത്രം വെക്കണത്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഏകദേശം ഇങ്ങോട്ട് ആയിട്ടുണ്ട്, നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്നാവും, ഒന്നങ്ങോട്ട് ആവി കയറുക വേണ്ടുള്ളൂ. അപ്പോൾ ഞാനത് പാത്രത്തേക്ക് കോരുകയാണേ. നമുക്കിത് ചോറുണ്ണാൻ ഈ വെണ്ടയ്ക്ക മസാലയും ഒരു 2 പപ്പടം ഉണ്ടെങ്കിൽ തന്നെ അടിപൊളിയായി കഴിക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ഓൾ.